കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറയുന്നു. അപ്പോൾ അന്ത്യകാലമാകുമ്പോൾ ദുർഘട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് അറിയണം എന്ന് പറയുന്നു. അപ്പോൾ നാം അതിനെ വിട്ട് മാറണമെങ്കിൽ അത് എങ്ങനെ അറിയണം എന്ന് പറയുന്നു. അപ്പോൾ ദുർഘട സമയങ്ങളെന്ന് പറയുമ്പോൾ നാം വെളിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ എന്തു പറയാൻ വരുന്ന ആ കൊടുങ്കാറ്റുകളോ ഭീഷണികളോ അല്ലെങ്കിൽ ഭൂകമ്പങ്ങളോ അതോ മഹാമാരികളോ അതൊന്നും അല്ല. അതിനേക്കാളും വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങൾ. അങ്ങനെയുള്ള ആ ദുർഘട സമയം അടുത്ത് വരുമ്പോൾ മനുഷ്യർ ഇങ്ങനെയൊക്കെ മാറും. പക്ഷെ നീ അതിനെ വിട്ട് ഒഴിയണമെന്ന് പറയുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് തിമത്തിയോസിന് ലേഖനം എഴുതുന്നത് വെച്ചാൽ ആ 3-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ നാം അവിടെ കാണുന്നു, മനുഷ്യർ സ്വസേനികളാകുകയും ദ്രവ്യാഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ഭിക്ഷക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യംകാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ട് വിലക്ക് എന്ന് പറയുന്നു. അപ്പോൾ തിമത്തിയോസ് ഒരു ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനോട് പറയുകയാണ്, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അന്ത്യകാലത്ത് നമ്മോട് കൂടെ ഇരിക്കുന്നവരിൽ ഉണ്ടാകാം, നീ അതിനെല്ലാം വിട്ട് മാറണം എന്ന്. അപ്പോൾ ഇവിടെ സ്വസ്നേഹികളായി മനുഷ്യൻ മാറുന്നു. തന്നെ സ്നേഹിക്കുന്നവർ, തനിക്ക് തന്നെ എല്ലാം വേണം, തനിക്ക് തന്നെ എല്ലാ അനുഗ്രഹവും കിട്ടണം, തന്നോട് തന്നെ എല്ലാവരും ഇരിക്കണം, തന്നെ എല്ലാവരും അനുസരിക്കണം, അങ്ങനെയുള്ള സ്വസ്നേഹികളായി മാറുന്നു എന്ന് പറയുന്നു. ആ ഒരു സ്വസ്നേഹം വരുമ്പോഴാണ് മറ്റുള്ള കയ്പും ഈർഷയും ശാഠ്യവും വഴക്കും എല്ലാം വരുന്നത്. നമ്മെ തന്നെ നാം സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ്. നാം അടുത്തവർക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്നാകുമ്പോൾ അവിടെ സ്വസ്നേഹം ഇല്ലാതെയാകുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പം തൻ്റെ പ്രിയ ശിഷ്യനെ തിമോഥെയോസിനോട് പറയുകയാണ്, ഇങ്ങനെയുള്ളവരെ വിട്ട് മാറിയിരിക്കണമെന്ന്. അവരെ ഈ ലോകത്ത് നിന്ന് കർത്താവ് ഉടനെ മാറ്റത്തില്ല. അത് കളകളെപ്പോലെ അതും ലോക അവസാനത്തിലേക്ക് വെച്ചിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമുക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഓടി ഒളിച്ച് നമ്മുടെ കർത്താവിനെ സത്യത്തിലും നീതിയിലും ആരാധിക്കുന്നവരായി ദൈവകൃപയിൽ വളരുന്നവരായി നമ്മളെ ദൈവം മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ അന്ത്യകാലത്ത് കർത്താവെ ഓരോ മനുഷ്യനും സ്വസ്നേഹികളും കർത്താവെ തനിക്ക് താൻ എല്ലാം ചെയ്യുന്നവരുമായിരിക്കുമ്പോൾ ദൈവമേ പൈതങ്ങളെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരിക്കൽ പോലും അങ്ങയുടെ പാപത്തിൽ വീഴുന്നു പോയി അങ്ങയുടെ രാജ്യം നഷ്ടപ്പെടുത്താതിരിപ്പാൻ കർത്താവെ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്ത്യം വരെ അങ്ങയുടെ കരം പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.